കെവിന് പണി കിട്ടിയെന്ന് പറഞ്ഞില്ല, എന്താ സംഭവം? പണി കിട്ടി, നല്ലോണം പണി കിട്ടി. കെവിന് പണി കിട്ടിയെന്ന് പറഞ്ഞില്ല, എന്താ സംഭവം? പണി കിട്ടി, നല്ലോണം പണി കിട്ടി. ഓൺലൈനിൽ പഠിച്ചിട്ടാണോ പണി കിട്ടിയത്? അൺലേണെന്ന് വെച്ചാൽ ബേസിക്കലി എനിക്ക് ആക്ച്വലി ഒരു ജോബ് കിട്ടി. എനിക്കത് അൺലേണിലാണ് താങ്ക്സ് പറയാനുള്ളത്. കാരണം ഇവിടെ നിന്ന് കിട്ടിയ ഒരു ബേസ് കാരണം കൊണ്ടാണ് എനിക്കിപ്പം പാർക്കിലാണ് കിട്ടിയത്, ടെക്നോ പാർക്കിലാണ് കിട്ടിയത്. ഞാനിപ്പം SEO ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് കയറിയത്. അപ്പം അങ്ങനത്തെ ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ലൈക്ക് ടു താങ്ക് അൺലേൺ. ബിക്കോസ് അവരാണ് എനിക്ക് ഇതിൻ്റെ ബേസിക്സ് എല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത സ്കിൽസ് കാരണം കൊണ്ടാണ് എനിക്കിപ്പം ഒരു ജോബ്, ഒരു പ്രോപ്പർ കരിയർ പാത്ത് എനിക്ക് കിട്ടിയത്. കെവിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുക, ആരായിരുന്നു കെവിൻ? ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞാളെ UAE പഠിച്ചിട്ടുള്ളത്. അവിടുത്തെ 12th വരെ ഉണ്ടായിരുന്നു. ഞാൻ 12th വരെ അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞാൽ ഞാൻ നേരെ ഡിഗ്രി ചെയ്യാനായിട്ട് ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ SRMലാണ് പഠിച്ചത്. BC വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ 3 വർഷം അവിടെ കഴിഞ്ഞിട്ട് നേരെ കേരളത്തിൽ വന്നു. എൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞു. അങ്ങനെ വെറുതെ വീടിനകത്തിരിക്കുന്നത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഞാൻ പിന്നെ ചുമ്മാ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പണിയില്ല. അപ്പം അമ്മ ഇങ്ങനെ പറയും, നീ എന്താണ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്, നിനക്ക് വല്ല പണിക്ക് പോയിക്കൂടെ, അങ്ങനെ ഒന്ന് പോയിക്കൂടെ. അങ്ങനെ പാരൻ്റൽ പ്രഷർ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച കോഴ്സ് ഡിഫറെൻ്റ് ആണ്. കൂടുതൽ ഫിലിം വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. അപ്പോൾ അവർ കൂടുതൽ ക്യാമറേൻ്റെയും ഫിലിമിനെയും പറ്റിയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു ഗോളെന്ന് വെച്ചാൽ എനിക്ക് അഡ്വർടൈസിങ്ങിലും മാർക്കറ്റിംഗ് ഇറങ്ങുന്നതാണ് ഗോള്. പക്ഷെ ഞാൻ പഠിച്ചത് വേറെ, ചെയ്തത് വേറെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിനകത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കും. എനിക്കൊരു ഗോൾ ഉണ്ടായിരുന്നില്ല, ഞാൻ എന്ത് പഠിക്കണം, എന്ത് ഫീൽഡിൽ പോകണം. അങ്ങനെ ഇനിഷ്യലി ഞാൻ വിചാരിച്ചു വല്ല BDM ആയിട്ട് വല്ല പോകാം, അങ്ങനെയൊക്കെ പോയി. പക്ഷെ അതെനിക്ക് ഒട്ടും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പാരൻ്റൽ പ്രഷറൊക്കെ ഉണ്ട്. അങ്ങനെ ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ അൺലേൺ ഒരു ആഡ് കണ്ടു. അപ്പോൾ ഇനിഷ്യലി എൻ്റെ ഫാദറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ തലയിലിട്ടതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്കോപ്പ്, ഇങ്ങനെ ഇതൊരു ഗ്രോയിങ് ഫീൽഡാണ്. അതുകൊണ്ട് ഇത് പഠിച്ചാൽ നിനക്ക് ഫ്യൂച്ചറിൽ നല്ലോണം സ്കോപ്പൊക്കെ ഉണ്ടാവുമെന്ന് എൻ്റെ ഫാദർ പറഞ്ഞിട്ടുണ്ടാകും. എനിക്ക് അതിന് മുമ്പ് എനിക്ക് DM എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ അൺലേണിൻ്റെ ഒരു ആഡ് കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയി. ഓക്കെ, എന്നാൽ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ ചുമ്മാ പോയി നോക്കാമെന്ന് വിചാരിച്ചാൽ. അങ്ങനെ അൺലേണിൽ കയറി ഞാൻ ഇൻക്വയർ ചെയ്തു എന്തൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ഇതാണ് പഠിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചർ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ടോക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ എത്തിപ്പെട്ടതാണ് ഞാൻ അൺലേണിൽ. കെവിന് പണി കിട്ടിയ കഥയാണ് കെവിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എവിടെ നിന്ന് പഠിച്ച് നല്ലോണം ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാം അങ്ങനെ ഇനിഷ്യലി കുറച്ച് ചാലഞ്ചിങ്, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഇനിഷ്യലി എനിക്ക് അങ്ങനെ ചാലഞ്ച് ഉണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെയാണ് മനസ്സിലാവേണ്ടത് എനിക്ക് അങ്ങനത്തെ ഒരു. പക്ഷേ ഇവിടുത്തെ ഫാക്കൽറ്റീസ് നല്ല ഫ്രണ്ട്ലി ആയിക്കൊണ്ട് അവർ നല്ലോണം എനിക്ക് പറഞ്ഞു, എത്ര ഡൗട്ട്സ് ഉണ്ടെങ്കിലും രാത്രി അവർ വിളിച്ചാലും ചില ഫാക്കൽറ്റീസൊക്കെ എടുക്കാറൊക്കെ ഉണ്ട്. എന്ത് ഡൗട്ട്സ് ആയാലും ഇവർ നല്ല ഫ്രീ ആയിട്ടൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്പേസ് ഇവർ തന്നുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റി. ഇപ്പോൾ അത് എങ്ങനെ, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എത്രത്തോളം ഗ്രോത്ത് കെവിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്ന കമ്പനി, ഞാൻ ബേസിക്കലി ഇപ്പം ഞാൻ അൺലേണിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ടെക് ബാൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ്. ടെക് ബാൻഡ് എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ഡിസൈൻ കമ്പനിയാണ്. അപ്പോൾ അവർ ബേസിക്കലി ഈ ഡിസൈൻ സർവീസസ് മാത്രം ഒരു ഏജൻസിയിൽ ഡിസൈൻ സർവീസസ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പം ഞാൻ അവിടെ പ്ലേസ്ഡ് ആവുന്നതിന് മുമ്പ് കമ്പനി നല്ല ഡൗൺ ആയിരുന്നു, ഭയങ്കര ഡൗൺ ആയിരുന്നു. പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ എപ്പോഴും ഒരു ഓൺട്രപ്രണർ മൈൻഡിലാണ് തിങ്ക് ചെയ്യുന്നത്. അവിടെ പോകുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ജസ്റ്റ് ഈ ആഡ്സോ SEO മാത്രമല്ല. അവിടെ നമുക്ക് റിസൾട്ട് എത്ര കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഒരു പ്യുവർ ഡിജിറ്റൽ മാർക്കറ്ററിൻ്റെ ഗോള്. അപ്പോൾ ഞാൻ അവിടെ ജോയിൻ ആയപ്പോൾ ഞാൻ ആ മൈൻഡിലായിരുന്നു ഞാൻ പോയത്. ഇനിഷ്യലി കമ്പനി ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പം ഞാൻ അവിടെ ജോയിൻ ആയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പോൾ കുറേ കോണ്ടന്റ്, ഞാൻ ഇപ്പോൾ അവരുടെ ഡിസൈനിങ്ങും ബാക്കിയെല്ലാം കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള കോണ്ടന്റ് സ്ട്രാറ്റജീസും അവർക്കുള്ള SEO സ്ട്രാറ്റജീസ് എല്ലാം ഞാൻ ബിൽഡ് ചെയ്ത് കൊടുത്തതുകൊണ്ട്, ഒരു പ്രോപ്പർ ഫോർമാറ്റിൽ ഞാൻ ഓർഗനൈസ് ചെയ്ത് കൊടുത്തതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ലോണം ലീഡ്സ് കിട്ടുന്നുണ്ട്. അവർക്ക് നല്ലോണം ഇൻകമും കിട്ടുന്നു, റവന്യൂ നല്ലോണം കിട്ടുന്നുണ്ട്. എത്രത്തോളം ഗ്രോത്ത് അവിടെ വന്നപ്പം കമ്പനി ഡൗൺ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ലൈക്ക് ഒരു 20%-നെക്കാട്ടും താഴത്തെ ഭയങ്കര ഡൗൺ ആയിരുന്നു.
പക്ഷെ ഞാൻ വന്നപ്പോൾ ഒരു 50% ഗ്രോത്ത് എങ്കിലും എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റി. ആസ് എ ഫ്രഷർ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു കുറച്ച് പ്രൗഡ് മൊമെന്റ്. അപ്പോൾ അതിന് എനിക്ക് താങ്ക്സ് പറയാനുള്ള ഈ അൺലേൺ കാരണം കൊണ്ടാണ്. കാരണം അൺലേൺ എനിക്ക് ഈ ഒരു കൊച്ചിനെ ABCD പഠിപ്പിക്കുന്നതാണ്. എനിക്ക് ഇവിടെ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ABCD കിട്ടിയത് എനിക്ക് ഇവിടെ നിന്നാണ്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാപ്പ് എനിക്ക് കാണിച്ചു തന്നു. ആ മാപ്പിൽ നടന്നു പോകേണ്ടത് നമ്മളാണ്. അപ്പോൾ ആ ഒരു വഴി കണ്ടെത്തി തന്നുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കുറേ സ്ട്രാറ്റജീസ് എൻ്റെ ഇപ്പം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റി. നമ്മുടെ ഓൺലൈൻ എക്സ്പീരിയൻസ് എന്തായിരുന്നു? നമ്മുടെ ഓൺലൈൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള അൺലേൺ എന്ന് വെച്ചാൽ നല്ല ഇതായിരുന്നു. കാരണം ഞാൻ ആദ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു തോട്ട് ഉണ്ടാവും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ മുമ്പ് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ DM അല്ല, മുമ്പ് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഫുൾ ടൈം സ്റ്റഡീസ് ഇരുന്ന് പഠിക്കുന്ന ഒരു രീതിയാണ്. എന്നെ പോലത്തെ ആൾക്കാരെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ എനിക്ക് വിഷ്വലി പറഞ്ഞാലേ എനിക്ക് വേഗം മനസ്സിലാവുള്ളൂ സംഭവം. അല്ലാതെ ഒരാൾ ഇരുത്തിയിട്ട് PDF നോക്കി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എനിക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ അൺലേൺ വന്നപ്പോൾ ഇവരുടെ അപ്രോച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഇവർ കൂടുതൽ എന്നെ പ്രാക്ടിക്കൽ വഴിയാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് തിയറിറ്റിക്കലി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ബേസിക്കലി ഒരു 10% തിയറിയും 90% പ്രാക്ടിക്കലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി എന്നാന്ന് വെച്ചാൽ വിഷ്വലി മനസ്സിലാക്കുന്നതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഇവരുടെ കുറേ കാര്യങ്ങൾ അതിന് പ്രാക്ടിക്കലി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവരുടെ ക്ലയൻസ് ആയാലും ഫുൾ ഇവരെ വർക്ക് ചെയ്യുന്ന ക്ലയൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പോഷർ ഇവർ തന്നുകൊണ്ട് എനിക്ക് നല്ലോണം എളുപ്പമായി. എൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി കുറച്ചുകൂടി എളുപ്പമായി. എനിക്ക് എങ്ങനെ മാനേജ്മെൻറ്റോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേർക്ക്, ഇനി വരാൻ പോകുന്ന പിള്ളേർക്കും കൊടുക്കാൻ പറ്റിയ അഡ്വൈസ് എനിക്ക് ഒരു പോയിന്റും കൂടെ പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. എന്നാണ് ദുബായിലും ഈ ചെന്നൈയിലും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പല രീതിക്കാണ് ഇരുന്നത്. പക്ഷെ അൺലേൺ പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് കിട്ടി. അത് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഫാമിലി പോലെയാണ് ഇവിടുത്തെ ഫ്രണ്ട് ഗ്രൂപ്പ്സൊക്കെ. അപ്പം എനിക്ക് നാട്ടിലങ്ങനെ ആരും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫോം ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അൺലേൺ നല്ലോണം വരാനിരിക്കുന്ന ആൾക്കാർക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ അഡ്വൈസ് പറയാമോ? ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കംഫർട്ടബിൾ ആവല്ലോ, ഒരിക്കലും ഒരു കംഫർട്ട് സ്പേസിൽ ആവരുത്. നിങ്ങൾ എപ്പോഴും ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കാം. ബട്ട് എപ്പോഴും നിങ്ങൾ കംഫർട്ട് സ്പേസിലായിരിക്കാൻ നിങ്ങൾ പെടും. കാരണം ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി പക്ക കോർപ്പറേറ്റ് ആണ്. ഞാൻ ഇവിടെ ഇനിഷ്യലി അൺലേണിൽ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടിയാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ അവിടെ പോയപ്പോൾ അവിടെ ഭയങ്കര കോർപ്പറേറ്റ്, ആരും തിരിച്ചൊന്നും നോക്കില്ല. അവർ ഫുൾ ടൈം കമ്പ്യൂട്ടറിലായിരിക്കും, സംസാരിക്കാനായിട്ട് ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഒറ്റപ്പാട്, ആ ഒരു കോർപ്പറേറ്റ് ലൈഫാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഇവിടെ അൺലേണിൽ വന്നപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ കൂടുതൽ കംഫർട്ടബിൾ ആവുള്ളൂ. പിന്നെ ദേ ഷുഡ് ഓൾവേസ് ബി എ റൂം ഫോർ ഗ്രോത്ത്. നിങ്ങൾ എപ്പോഴും അൺലേണിൽ പഠിക്കുന്ന കാര്യം ഓക്കെ, പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ പഠിക്കാനായിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണം. അങ്ങനെ വെച്ചാൽ ഒരു പ്യുവർ ഡിജിറ്റൽ മാർക്കറ്ററോ അല്ലാതെ പ്യുവർ നിങ്ങൾ എന്ത് മേഖലയിലും പോയി നിങ്ങളായിട്ട് സ്വയം എഫേർട്ട് ഇട്ട് ഒരു കാര്യം പഠിച്ചാലേ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് അവർ ABCD പഠിപ്പിച്ചു തരും, പക്ഷെ അതൊരു വേർഡ് ഫോം ചെയ്യണമെങ്കിൽ അത് നിങ്ങളായിട്ട് എഫേർട്ട് ഇട്ടാലല്ലേ ആ വേർഡ് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ സ്വയമായിട്ട് ചെയ്യണം.